ചിറയൻകീഴിന്റെ പ്രധാന കവലകളിൽ ഒന്നും തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. ചിറയൻകീഴിന്റെ ഹൃദയഭാഗമായ വലിയകട ജംഗ്ഷനിലും പുളിമൂട് ജംഗ്ഷനിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസവും എത്തുന്നത്. ചിറയൻകീഴ് മേഖലയിലെ ഒരു പ്രധാന ജംഗ്ഷനാണ് പുളിമൂട്. ചിറയൻകീഴിലേക്കും കോരാണിയിലേക്കും ആറ്റിങ്ങലിലേക്കും ഒക്കെ ഇവിടെ നിന്നും ബസ് സർവീസുണ്ട്. കൂന്തള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇവിടെ നിന്നും ബസ് കയറിയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഈ ജംഗ്ഷനിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള വലിയകട ജംഗ്ഷനിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെയെല്ലാം പൊരിവെയിലത്തും മഴയത്തും റോഡിന് വശത്തെ കടത്തിണ്ണകളിലാണ് ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്നത്. പലപ്പോഴും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ വലിയ കൂട്ടം ഉണ്ടാകുന്നത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാണ്. കാത്തിരിപ്പ് കേന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളടക്കം പലരെയും സമീപിച്ചെങ്കിലും അനുകൂല നിലപാട് ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിറയൻകീഴ് വലിയകട ജംഗ്ഷൻ, അതുപോലെ പുളിമൂട് ജംഗ്ഷൻ, ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങളും മാർക്കറ്റും അതുപോലെ ആശുപത്രിയും ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വരുന്ന നിരവധി ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലം. അതുപോലെ വിദ്യാർത്ഥികൾ കൂന്തള്ളൂർ സ്കൂൾ കിടക്കുന്നു, അതുപോലെ പാലവിള സ്കൂൾ കിടക്കുന്ന പരിസരത്ത് വലിയടയിൽ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊന്നും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ഇതിൽ ഈ ഒരു വെയിലത്ത് ഒന്ന് മാറി നിന്ന് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ളൊരു സംവിധാനം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമയത്തും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നും നമുക്കറിയാം, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുപോയി. ഈ പ്രചരണ സമയത്ത് പോലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യഘട്ടങ്ങളും അവർ പറഞ്ഞിട്ടില്ല. പണ്ട് നമ്മുടെ പുളിമൂട് കേന്ദ്രീകരിച്ച് മൂന്നും കൂടിയുള്ള ഒരു ജംഗ്ഷനാണ്. അതായത് ചിറയൻകീഴ്, ആറ്റിങ്ങൽ, കോരാണി ഈ പോകുന്ന ഭാഗങ്ങളിലെല്ലാം വരുന്ന യാത്രക്കാർ, വിദ്യാർത്ഥികൾ എല്ലാവരും വന്ന ഈ ഒരു മൂന്നും കൂടിയുള്ള ജംഗ്ഷനിലാണ്. പണ്ട് അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. അത് കാലപ്പഴക്കം കൊണ്ടോ മറ്റ് സംവിധാനങ്ങളോടോ അത് പൊളിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് പകരം അതിനൊരു സംവിധാനം ഒരുക്കാനായിട്ട് കിടുവിന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. അതുപോലെ വലിയട മാർക്കറ്റ്, ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റൽ, നിരവധി വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. അതിനുവേണ്ടി മുറവിളി കൂട്ടാനായിട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭകരോ മുന്നിട്ടിറങ്ങുന്നില്ല. ജനങ്ങളെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെ ഈ പൊരുവിഴയത്ത് നിന്ന് വെയിൽ കൊള്ളിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിലോട്ട് തള്ളിവിടാനല്ലാതെ ഒരു തരത്തിലുള്ള പരിഗണനയോ അവർക്ക് കൊടുക്കുന്നില്ല. അടിയന്തരമായിട്ട് കാണേണ്ടവർ കാണുക, നടപടി സ്വീകരിക്കുക. ഈ പുളിമൂടിലും വലിയട ജംഗ്ഷനിലും അടിയന്തരമായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നൽകുക, ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇപ്പോൾ നിയമസഭയിലേക്ക് വിജയിച്ച രമ്യ ഹരിദാസിനോടും ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രധാനമായും ഈ കാര്യമാണ്. നേരറിയാം, നാടറിയാം. ന്യൂസ് പ്രാദേശികം.